നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നാശങ്ങളും അനർത്ഥങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലവറ തുറക്കാൻ പാടില്ല. രാജകുടുംബം ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മുൻപ് ഈ നിലവറ തുറക്കാനെത്തിയ ജഡ്ജിക്ക് സംഭവിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജകുടുംബം എടുത്തു കാണിക്കുന്നത്. ബി നിലവറ തുറക്കുന്ന കാര്യത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗവും ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ പ്രതികരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിലവറകൾ ഉണ്ടെന്ന കാര്യം കേസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. 2011 ബി നിലവറ തുറക്കാൻ പോയപ്പോൾ ജസ്റ്റിസ് രാജൻ സാറിന്റെ കാലിൽ ഇരുമ്പ് വീണിരുന്നു. തുടർന്ന് ദേവപ്രശ്നം വെക്കുകയും പ്രശ്നത്തിൽ ഈ നിലവറ തുറക്കേണ്ട എന്നുമാണ് കണ്ടത്. ആദിത്യവർമ്മയും ഈ ഒരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് ബി നിലവറ തുറക്കാൻ ശ്രമിക്കരുത്, ശ്രമിച്ചാൽ നാശനഷ്ടങ്ങളാണ് അതിനുവേണ്ടി എത്തുന്നവർക്ക് സംഭവിക്കുക എന്നാണ് രാജകുടുംബം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ശരിക്കും ബി നിലവറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിഗൂഢതകൾ എന്തെല്ലാമാണ്? തിരുവനന്തപുരത്തെ ജനങ്ങളും പറയുന്നുണ്ട് ബി നിലവറ തുറക്കണ്ട എന്ന്. കാരണം അവരുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു കാര്യം, ബി നിലവറ തുറന്നാൽ തിരുവനന്തപുരത്ത് പ്രളയം ഉണ്ടാകും എന്നൊക്കെയാണ്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാജകുടുംബമാകട്ടെ നിലവറ തുറക്കാൻ അനുവദിക്കുന്നതുമില്ല. നിലവറ തുറക്കാൻ അനുവദിക്കാത്തതിന് പിന്നിൽ രാജകുടുംബത്തിന്റെ ചില താല്പര്യങ്ങളാണ് എന്നുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും അത് ശക്തമായി തന്നെ ഉയർന്നു വരുന്നു. ആദിത്യവർമ്മ പറഞ്ഞിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ബി നിലവറ ഞാൻ തുറന്നു കണ്ടിട്ടില്ല. ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ രഹസ്യ മുറികളുണ്ട്. അതുപോലെ ഒന്നായിരിക്കാം ബി നിലവറ. ഇതായിരുന്നു ആദിത്യവർമ്മ ഒരു ചാനലിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. സർക്കാർ പ്രതിനിധി യോഗത്തിൽ ബി നിലവറ തുറക്കുന്നതിൽ യാതൊരുവിധ ചർച്ചയും നടത്തിയില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് എന്നറിയില്ല. ബി നിലവറ തുറക്കേണ്ട എന്നുള്ള നിലപാട് കൊട്ടാരം മുൻപേ തീരുമാനിച്ചതാണ്. ദേവപ്രശ്നം വെച്ചപ്പോഴും തന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതുതന്നെയാണ്. കഴിഞ്ഞ യോഗത്തിൽ തന്ത്രി പങ്കെടുത്തിരുന്നില്ല. ക്ഷേത്രത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിലും അതിൽ അന്തിമ തീരുമാനം തന്ത്രിയുടേതാണ്. തന്ത്രി പങ്കെടുക്കുന്ന ഒരു യോഗം കൂടി നടക്കാനുണ്ട്. അതിൽ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് നിലവറ തുറക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നും ആദിത്യവർമ്മ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് തന്ത്രിയുടെ തീരുമാനം എന്താകും എന്നുള്ളത് തന്ത്രി പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. എന്നാൽ ഇക്കാലയളവിൽ തന്ത്രിയുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. കാരണം നിലവറ തുറക്കണ്ട എന്നുമാണ് ദേവപ്രശ്നത്തിൽ കണ്ടതെന്നും അത് തന്നെയാണ് തന്ത്രിക്കും പറയാനുള്ളത് എന്നും പറഞ്ഞു വെക്കും. പിന്നീട് നിലവറ തുറക്കുന്നതിൽ ഒരു ചർച്ചയും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എപ്പോഴെങ്കിലുമൊക്കെ ഉയർന്നു വന്നാൽ അത് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ചിലർ ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്യാറുണ്ട്. ചിലർ ചോദിക്കാം, എന്തിനാണ് ഇത്ര ശാഠ്യം പിടിക്കുന്നത് ബി നിലവറ തുറക്കാൻ എന്നുള്ളത്? ശരിക്കും പലരും പറയുന്നത് ബി നിലവറയിലുള്ള പല അമൂല്യ നിധികളും ഇപ്പോൾ മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ മോഷണം നടത്തുന്നത് എന്നത് അറിയണമല്ലോ. കാര്യം ദൈവത്തിന്റെ സ്വത്താണ് അത്, പത്മനാഭന്റെ നിലവറയിലുള്ളതാണ്. ആ നിലവറയിൽ നിന്നും ആരാണ് ഈ മോഷണം നടത്തുന്നത്? ഇതിന് തൊട്ടടുത്ത ഈ അടുത്ത കാലത്തായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള പലതും മോഷണം പോയിട്ടുണ്ട്. അതീവ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെ നിന്ന് വെറുതെ ഒരാൾക്ക് കയറി ചെന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ടു പോകാൻ കഴിയില്ല. ഉള്ളിലുള്ളവർക്ക് മാത്രമേ അവിടെ നിന്ന് സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മോഷണം പോകുന്നതിന് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അതിന്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരികയും വേണം. എന്നാൽ രാജകുടുംബം ഇത് തുറക്കണ്ട എന്നുള്ള ഒറ്റ നിലപാടിൽ നിൽക്കുകയാണ്. ബി നിലവറയിലുള്ളത് നിഗൂഢ രഹസ്യങ്ങളാണ്. ചാക്ക് നിറയെ സ്വർണമണികൾ, സ്വർണ കയർ, വിഗ്രഹങ്ങൾ, കിരീടങ്ങൾ, 10 അടി 20 അടി നീളമുള്ള വലിയ മാലകൾ, ഇങ്ങനെ അമൂല്യമായ ഒരുപാട് വസ്തുക്കൾ ക്ഷേത്രത്തിലെ നിലവറയിൽ ഉണ്ട് എന്നാണ് ഒരുപാട് കഥകൾ ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിൽ 6 നിലവറകളാണുള്ളത്. ഇതിൽ എ നിലവറ തുറന്നപ്പോഴാണ് പരിശോധകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് 90,000 കോടിക്ക് പുറത്ത് വില മതിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും കണ്ടെടുത്തത്. ആ ബി നിലവറ കാക്കുന്നത് ഒരു നാഗമാണെന്നും അതിനെ മറികടന്നുകൊണ്ട് അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരുപാട് കഥകളുണ്ട്. രഹസ്യ നിലവറയായി കരുതുന്ന ബി നിലവറ തുറക്കണോ എന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്.
എ നിലവറയിൽ ഉള്ളതിനേക്കാൾ സ്വത്തുക്കൾ ബി നിലവറയിൽ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറ ഉണ്ടായിരുന്നു എന്നാണ് മതിലകം രേഖകളിൽ പറയുന്നത്. 2011 ജൂലൈ മാസത്തിലാണ് കോടതി നിർദ്ദേശപ്രകാരം എ നിലവറ തുറന്നത്. മനുഷ്യനെ അമ്പരപ്പിക്കുന്ന നിധിശേഖരവും രഹസ്യ അറകളുമാണ് കണ്ടെത്തിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിലെ എല്ലാം സ്വത്തിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകം തന്നെ ഞെട്ടും. അത്രത്തോളം സമ്പന്നനാണ് പത്മനാഭസ്വാമി എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, തിരുപ്പതിയിലെ വെങ്കിടാചലപതിയേക്കാൾ സമ്പത്തും നിധിയും പത്മനാഭസ്വാമിക്ക് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു തലയെടുപ്പാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര സുഖകരമല്ല. കാരണം ഈ മോഷണമൊക്കെ അവിടെ പതിവായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ആരാണ്? ഒരു ലോബിയാണോ, അല്ലെങ്കിൽ ഒരു കൂട്ടം സംഘമാണോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവിടുത്തെ ഓരോ സാധനങ്ങൾക്കും വലിയ വിലയാണ്. അതായത് അത്രത്തോളം പഴക്കമുള്ളവയാണ് അവിടുത്തെ നിധിശേഖരങ്ങളൊക്കെ. ഇതൊക്കെ ആരാണ് കടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ പുറത്തേക്ക് വരേണ്ടതാണ്. രാജകുടുംബം എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഈ പ്രളയമുണ്ടാകും എന്നൊക്കെ പറയുന്നത് ഒരു കെട്ടുകഥ മാത്രമാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പലരും പറയുന്നത് രാജകുടുംബം പലതും ഒളിപ്പിക്കുകയാണെന്നും അവിടുത്തെ നിധിശേഖരങ്ങൾ പലതും കളവ് പോയിട്ടുണ്ട് എന്നും ബി നിലവറയിലെ തന്നെ സ്വത്തിൽ പലതും പുറത്തു പോയിട്ടുണ്ടാകാം എന്നൊക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.